അംബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് 7ാം വരവ്. ഓർക്കുക, യുദ്ധത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. യുദ്ധമില്ലെങ്കിൽ പോലും യുദ്ധത്തെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചത് ഇക്കഴിഞ്ഞ വർഷം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മഹാമാരിക്കെതിരെയുള്ള തയ്യാറെടുപ്പുകൾ ഉൾക്കൊള്ളുന്ന 100 ദിന കർമ്മ പരിപാടികളുടെ ദേശീയ റിപ്പോർട്ടാണ്. കാരണം അപ്രതീക്ഷിതമായ ഒരു യുദ്ധം പോലെ പകർച്ചവ്യാധികൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ കേരളം ഇന്ന് നേരിടുന്നതും സമാനമായ അവസ്ഥയാണ്. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരിടത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിപ്പ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വവ്വാലുകളിൽ നിന്നും അജ്ഞാതമായ ഏതോ ഒരു വഴിയിലൂടെയാണ് നിപ്പ വൈറസ് ശരീരത്തിലേക്ക് കടന്നു കയറിയപ്പോൾ വീണ്ടും ഈ വർഷവും ഒരാൾക്ക് രോഗബാധയേറ്റു. അന്നും ഒരു മെയ് മാസത്തിൽ 2018 സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇപ്പോൾ മലപ്പുറത്ത് സംഭവിച്ചതും പോലെ മെയ് മാസത്തിൽ തന്നെയായിരുന്നു. 2018 മെയ് 2 മുതൽ 29 വരെ ഉണ്ടായ കേരളത്തിലെ ആദ്യ നിപ്പ വൈറസ് ബാധയുടെ അതിതീവ്രമായ രംഗത്തിൽ പേരമ്പ്ര താലൂക്കിലെ ആശുപത്രിയിലെ നഴ്സായിരുന്ന ലിനി ഉൾപ്പെടെ 17 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 92% രോഗബാധ ഏറ്റവർക്കിടയിൽ അന്ന് മരണനിരക്ക്. മലപ്പുറം ജില്ലയിൽ ഇത് 3ാം തവണയാണ് നിപ്പ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ വർഷം ജൂലൈ 21 മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14കാരൻ നിപ്പ രോഗബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. കൂടുതൽ ആളുകളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതെ വൈറസിനെ അന്ന് നിയന്ത്രണ വിധേയമാക്കി. ഒരു കുരുന്ന് ജീവൻ പോലും വേദനിക്കുന്ന ആ സംഭവത്തിന് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ സെപ്റ്റംബറിൽ വീണ്ടും ഒരു നിപ്പ മരണം കൂടെ മലപ്പുറത്ത് ഉണ്ടായി. വണ്ടൂർ തിരുവാലി നടുവത്ത് സ്വദേശിയായ 24കാരനാണ് നിപ്പ രോഗബാധയേറ്റ് മരണമടഞ്ഞത്. രോഗം സ്ഥിരീകരിക്കുന്നതിന് മുന്നേ തന്നെ യുവാവ് മരണത്തിന് കീഴടങ്ങി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുൻ വർഷങ്ങളിലുണ്ടായ മരണമടക്കം 22 പേർ ഇതുവരെ സംസ്ഥാനത്ത് നിപ്പ രോഗബാധയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും യുവാക്കളും കുട്ടികളുമായിരുന്നു. ഇത് നിപ്പയുടെ 7ാം വരവ്. 8 വർഷത്തിനിടെ കേരളത്തിൽ ഇത് 7ാം തവണയാണ് നിപ്പ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നത്. പഴന്തീനി വവ്വാലുകളുടെ പ്രജന കാലമായ പൊതുവെ പരിഗണിക്കപ്പെടുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് നിപ്പ വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്ന് മുന്നറിയിപ്പുകൾ ഇത്തവണയും നമുക്ക് മുന്നിലുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. നിപ്പ വൈറസ് ഒരിടത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ വളരെ വേഗത്തിൽ ആളുകളിൽ നിന്നും ആളുകളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗമല്ല എന്നതാണ് ആശ്വാസകരം. രോഗിയുമായുള്ള വളരെ അടുത്ത ഇടപെടലുകൾ വഴി അവരുടെ ശരീരസ്രവങ്ങളുമായി സമ്പർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ രോഗപകർച്ചവ്യാധി സാധ്യതയുള്ളൂ. മാത്രവുമല്ല, രോഗം മൂർധന്യാവസ്ഥയിലാണ് രോഗിയിൽ നിന്നും വൈറസ് പടരാനുള്ള ഏറ്റവും സാധ്യത. കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ നിപ്പയുടെ വ്യാപനം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നതാണ്. ഓരോ തവണ നിപ്പ പൊട്ടിപ്പുറപ്പെടുമ്പോഴും രണ്ടാമത്തെ രോഗിക്ക് രോഗബാധയേറ്റത് ആശുപത്രിയിൽ വെച്ച് രോഗിയുമായി അടുത്ത സമ്പർക്കം ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നിപ്പ രോഗത്തിന്റെ പകർച്ച നിരക്ക് വളരെ കുറവാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്വാഭാവികമായ രോഗഭീതി ഒഴിയുകയും ചെയ്യും. എന്നാൽ രോഗബാധയേറ്റവരിൽ രോഗലക്ഷണങ്ങളുടെ തീവ്രതയും ഏറ്റവും തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് മോണോക്ലോണൽ ആന്റിബോഡി ഉൾപ്പെടെ നിപ്പ പ്രതിരോധ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ തുടങ്ങിയില്ലെങ്കിൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് നിപ്പ ഉയർത്തുന്ന ഗുരുതര വെല്ലുവിളി. ബംഗ്ലാദേശിൽ ഈ വർഷവും നിപ്പ ഇടയ്ക്കിടെ അപ്രതീക്ഷിതമായി ഒരു മേഖലയിൽ പൊട്ടിപ്പുറപ്പെടുകയും ആ പ്രദേശത്ത് ഏറിയോ കുറഞ്ഞോ ആളുകളെ ബാധിക്കുകയും മരണമുണ്ടാക്കുകയും ഏതാനും ആഴ്ചകൾക്കകം സ്വാഭാവികമായി കെട്ടടങ്ങുകയും ചെയ്യുന്ന പകർച്ചവ്യാധിയാണ് നിപ്പ വൈറസ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു പാരിസ്ഥിതിക മേഖലയിൽ നിപ്പ ഒരു തവണ പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നീടുള്ള വർഷങ്ങളും പ്രസ്തുത മേഖലയിൽ നിപ്പ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിപ്പ വൈറസിന്റെ വ്യാപന രീതിയെ പറ്റി പഠിച്ച ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ നിപ്പ വൈറസ് വ്യാപനത്തെയാണ് ഇക്കാര്യത്തിൽ പ്രധാനമായി ഉദാഹരിക്കുന്നത്. ബംഗ്ലാദേശിൽ 2001 ആദ്യമായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ചുരുക്കത്തിൽ ചില വർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മിക്ക വർഷങ്ങളും ബംഗ്ലാദേശിൽ നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം നിപ്പ കേസുകളും പൊട്ടിപ്പുറപ്പെടുന്നത് ഈന്തപ്പനക്കല്ല് ശേഖരിക്കുന്നത് നവംബർ മുതൽ മാർച്ച് സീസണിലാണ്. ഈ വർഷവും മാർച്ചിൽ ബംഗ്ലാദേശിൽ നിപ്പ വ്യാപനവും മരണങ്ങളും ഉണ്ടായി. ഇടയ്ക്കിടെ തീർത്തും അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെടാൻ പ്രവണതയുള്ള നിപ്പയുടെ കാര്യത്തിൽ ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്ന അതേ പ്രതിസന്ധിയാണ് ഏറെക്കുറെ ഇന്ന് കേരളവും നേരിടുന്നത്. എളുപ്പമല്ല പകർച്ചയുടെ വഴി കണ്ടെത്തൽ. വവ്വാലുകളിൽ നിന്ന് തന്നെയാണ് മനുഷ്യരിലേക്ക് നിപ്പ വൈറസ് ബാധ ഉണ്ടായതെന്ന് ഉറപ്പിക്കാൻ നൽകുന്ന ഒട്ടേറെ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നിപ്പ രോഗികളിൽ നിന്നും ശേഖരിച്ച വൈറസുകളും രോഗികൾ താമസിച്ച പ്രദേശങ്ങളിൽ നിന്നും പിടികൂടി പരിശോധിച്ച വവ്വാലുകളിൽ നിന്നും വേർതിരിച്ച വൈറസുകളും തമ്മിലുള്ള ജനിതക സാമ്യമാണ്. 100%
ശതമാനത്തിന് അടുത്ത് വരെയാണ് വൈറസുകൾ തമ്മിലുള്ള ജനിതക സാമ്യം. ഇത് വവ്വാലിൽ നിന്നുള്ള വൈറസ് തന്നെയാണ് മനുഷ്യരിലെത്തുന്നത് എന്ന ശക്തമായ സൂചന നൽകുന്നു. എന്നാൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടായ നിപ്പ രോഗബാധകളിൽ ആദ്യ രോഗിക്ക് വവ്വാലിൽ നിന്നും ഏത് സ്രോതസ് വഴി എങ്ങനെ നിപ്പ വൈറസ് പകർന്നു എന്നത് ഇന്നും വ്യക്തമാണ്. വവ്വാലുകളുടെ സ്രവമോ കാഷ്ടമോ മൂത്രമോ പറ്റിയ പഴങ്ങളോ മറ്റു വസ്തുക്കളോ കൈകാര്യം ചെയ്യുമ്പോഴോ വവ്വാലുകളുടെ ശരീരത്തിലെ സ്രവങ്ങളുമായി മറ്റേതെങ്കിലും തരത്തിൽ സമ്പർക്കത്തിലാവുമ്പോഴോ ആവാം വൈറസ് പകർച്ച സംഭവിച്ചിട്ടുണ്ടാകുക. 2023 നടത്തിയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ച് വവ്വാലുകളുടെ ആന്റിബോഡികളുടെ സാന്നിധ്യം സീസണലായി വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടെന്നും മൂർധന്യത്തിൽ എത്തുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ചുരുക്കം. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.